Now I can understand if you are fighting the British Empire and suddenly you say, I'm feeling a bit scared. But you're fighting a bunch of jokers. How can you feel scared? Please understand, you're literally fighting a bunch of jokers, clowns, right? Who have no idea about our philosophy, no idea about our history, right? They're a bunch of clowns. मुझे मालूम है, आजकल भैया मैं आपको बता रहा हूं, मोदी जी के ऑफिस के अंदर से मुझे इंफॉर्मेशन मिलती है. पूरा रिवोल्ट चल रहा है अंदर कि इनका पता नहीं कहां से इनके दिमाग में घुस गया. अब अजीब चीजें घुस जाती हैं, बट इनके माइंड में घुस गया कि फॉरेन पॉलिसी इज दिस. Yes, a bunch of jokers. ഒരു കൂട്ടം കോമാളികളാണ് രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്നത്. ആ കോമാളികളോടാണ് ഈ രാജ്യം പോരാടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് രാജ്യത്തെക്കുറിച്ചോ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചോ രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ ബോധ്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് അത് വേർഡ് ബൈ വേർഡ് ക്ലിയർ ആവണം, ശരിയാവണം എന്നില്ല. പക്ഷേ അവർക്ക് ബോധ്യങ്ങളുണ്ട്. പക്ഷേ ആ ബോധ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ചരിത്രങ്ങളെയും രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെയും വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? രാജ്യം ഒരു വലിയ ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. നാളെ ഓഗസ്റ്റ് 15 രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം. ആ സ്വാതന്ത്ര്യദിനത്തിൽ ഈ ബെഞ്ച് ഓഫ് ജോക്കേഴ്സിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ RSSനെ കുറിച്ച്, രാജ്യത്തെ സംഘ് പരിവാറിനെ കുറിച്ച്, ആ സംഘ് പരിവാർ നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ കുറിച്ച്, നരേന്ദ്രമോദി ഗവൺമെൻറ്റിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെക്കുറിച്ച്, നരേന്ദ്രമോദി ഗവൺമെൻറ്റിലെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച്, അതുപോലെ പ്രതിരോധ മന്ത്രിയെക്കുറിച്ച്, ഇവരെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വളരെ കൃത്യമാണ്. ഏറ്റവും അധികം ഈ ബെഞ്ച് ഓഫ് ജോക്കേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സമയമെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്. എന്താണ് ഈ സ്വാതന്ത്ര്യത്തിൽ ഇവർക്കുമായിട്ടുള്ള ബന്ധം? ഇവരാരെങ്കിലും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ആരെങ്കിലുമാണോ? ഇവരുടെ പാരമ്പര്യം അങ്ങനെ രാജ്യത്തിന് വേണ്ടി പോരാടിയ പാരമ്പര്യമാണോ? നെവർ എവർ. പിന്നെ എന്തിൻ്റെ പാരമ്പര്യമാണ് ഇവർക്കുള്ളത്? ഈ രാജ്യത്തിൻ്റെ പോരാട്ടത്തെ ഒറ്റുകൊടുത്തവൻ്റെ പാരമ്പര്യം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ വെരി സിമ്പിളായിട്ട്, ഇപ്പം നമ്മളാരും സ്വാതന്ത്ര്യ സമരം നേരിട്ട് കണ്ടിട്ടില്ല. അന്ന് നമ്മളാരും ജീവിച്ചിരുന്നിട്ട് പോലുമില്ല, ജനിച്ചിട്ട് പോലുമില്ല, അല്ലേ? പക്ഷേ ഇവരൊറ്റുകാരായിരുന്നു. ഏതുപോലെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് റിലേറ്റ് ആവുന്ന രീതിയിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങൾക്ക്. ആ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഏതുപോലെയാണ് ഇവർ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തത് എന്നുള്ളത്. മനസ്സിലായില്ലേ? ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ ഇവർ ഒറ്റുകൊടുത്തത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നമ്മളൊരു പ്രതിഷേധവും ഒരു സമരവും കണ്ടു. രാജ്യത്തെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയ ഒരു സമരം. ആ സമരത്തെ ഈ സംഘ് പരിവാർ ഫാസിസ്റ്റ് ഭരണകൂടം എങ്ങനെയാ നേരിട്ടത്? ആ സമരത്തെ ഇവർ നേരിട്ടത് എങ്ങനെയാ? വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രൂരമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടാണ് ആ സമരത്തെ ഇവർ നേരിട്ടത്. ഡൽഹിയിൽ മാത്രമല്ല ഇവർ സമരത്തെ നേരിട്ടത്. ഡൽഹിയിലെത്തിയ വിദ്യാർത്ഥികളെ ഫേസ് റെക്കഗ്നേഷൻ ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ക്യാച്ച് ചെയ്തിട്ട് അവരുടെ വീടുകളിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും വരെ ക്രൂരമായ വേട്ടയാടലുകൾ സംഘ് പരിവാർ നടത്തി. മനസ്സിലായില്ലേ? കാലം മാറി. 1947 ഇന്നത്തെ ഇന്ത്യയും ഇന്നത്തെ ലോകവും. ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് 2026 എന്ന് പറഞ്ഞാൽ അത് AI കാലഘട്ടമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടം. അപ്പം അതിൻ്റെതായ മാറ്റങ്ങൾ അന്നും ഇന്നും ഉണ്ട് എന്നല്ലാതെ ഒറ്റുകാർ അന്നും സംഘ് പരിവാരമാണ്. 2026 ഒറ്റുകാരാരാണെന്ന് ചോദിച്ചാൽ ഇന്നും സംഘ് പരിവാരമാണ്. മനസ്സിലായില്ലേ?
ആ ഒറ്റുകാരുടെ ഒക്കെ പാരമ്പര്യം ആരുടെ പാരമ്പര്യമാണെന്ന് ചോദിച്ചാൽ അതാണ് വി.ഡി. സവർക്കർ എന്ന് പറയുന്ന രാജ്യദ്രോഹിയുടെ പാരമ്പര്യം. രാജ്യം കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹി, രാജ്യം കണ്ട ആദ്യത്തെ രാജ്യദ്രോഹി, രാജ്യം കണ്ട ആദ്യത്തെ തീവ്രവാദി, രാജ്യം കണ്ട ആദ്യത്തെ ഭീരു, രാജ്യം കണ്ട ആദ്യത്തെ പേടിത്തൊണ്ടൻ, രാജ്യം കണ്ട ആദ്യത്തെ മാപ്പെഴുതി കൊടുത്ത് കാല് നക്കിയവൻ, രാജ്യം കണ്ട ആദ്യത്തെ ഒറ്റുകാരൻ, അതാണ് വി.ഡി. സവർക്കർ. ആ പാരമ്പര്യമുള്ളവൻ എന്തിനധികം പറയുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവര് രാജ്യത്തിൻ്റെ ഹിസ്റ്ററി അറിയില്ല, രാജ്യത്തിൻ്റെ പാരമ്പര്യം അറിയില്ല, ഒന്നും തന്നെ അറിയില്ലെന്ന് മാത്രമല്ല, ഈ അടുത്ത കാലഘട്ടം വരെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഒരു കൂട്ടരായിരുന്നു ഈ പറയുന്ന RSSും സംഘപരിവാരം എന്ന് പറയുന്നത്. ഇന്ന് ഈ സംഘപരിവാരം നമുക്ക് പുതിയ പുതിയ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് മുന്നിൽ വെക്കുക. എന്തിന്? നിങ്ങൾ ഈ രീതിയിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണം. ആരാ ഇത് പറയാൻ? ഇവർക്ക് എന്ത് അവകാശം? രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാതിരുന്ന സംഘപരിവാർ ഇന്ന് നമ്മളോട് പറയുന്നു, ഞങ്ങൾ പറയും പോലെ നിങ്ങൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണം. ആലോചിക്കണം. ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോയിട്ട് രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്താൻ പോലും തയ്യാറാകാതിരുന്ന ആളുകൾ ഇന്ന് തിരങ്ക് യാത്ര നടത്തുകയാണ്. മാത്രവുമല്ല, അതിനേക്കാളൊക്കെ വലിയ ആഭാസം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാളികളെ ഒറ്റുകൊടുത്ത സംഘപരിവാറുകാരൻ, ബ്രിട്ടീഷുകാരന് വേണ്ടി കാല് നക്കുന്ന പണിയെടുത്ത സംഘപരിവാറുകാരൻ, ആ സംഘപരിവാറുകാരൻ ഇന്ന് രാജ്യത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഏതർത്ഥത്തിൽ? എപ്പം മുതൽ? നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് മുതൽ. മനസ്സിലായില്ലേ? 2002 അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരു സെന്റൻസ് രാജ്യത്തിൻ്റെ പാർലമെന്റിൽ. BJPയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ആ BJPയുടെ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി 2002 പാർലമെന്റിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, രാജ്യത്തെ ഒരു വലിയ മഹാമാരി കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാ. ആ മഹാമാരി കാർന്നു തിന്നതിനെ നമ്മൾ ചികിത്സ നടത്തിയില്ലെങ്കിൽ വലിയ വില രാജ്യം കൊടുക്കേണ്ടി വരുമെന്ന് ഇന്ന് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. രാജ്യത്തെ കാർന്നു തിന്ന ആ മഹാമാരി ഇന്ന് രാജ്യത്തെ ഒന്നടങ്കം വിഴുങ്ങിയിരിക്കുന്നു എന്നുള്ളതാ. മനസ്സിലായില്ലേ? അതാണ് രാഹുൽ പറയുന്നത്, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ബെഞ്ച് ഓഫ് ജോക്കേഴ്സിനോടാണ്, ഒരു കൂട്ടം കോമാളികളോടാണ് നിങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് രാഹുൽ പറയുന്നത്. വളരെ കൃത്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അട്ടിമറിച്ചു, രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല അട്ടിമറിച്ചു, രാജ്യത്തിൻ്റെ സെക്യുലർ സ്വഭാവം അട്ടിമറിച്ചു, രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിച്ചു, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചു, രാജ്യത്തെ കർഷകരെ ദുരിതക്കയത്തിലാക്കി. രാജ്യത്ത് ആകെ ഒരു മെച്ചമുണ്ടായിരിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് സംഘപരിവാറിനും പിന്നെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്കും. ഇവർക്ക് മാത്രമാണ് രാജ്യത്ത് ഒരു മെച്ചപ്പെട്ട സ്ഥിതിയുള്ളത്. അല്ലാത്തവർക്കൊക്കെ ദുരിതങ്ങളും തീരാ നോവുകളുമാണ് ബാക്കിയുള്ളത്. അല്ലേ? നമ്മൾ ഈ ബെഞ്ച് ഓഫ് ജോക്കേഴ്സ് എന്ന് പറയുമ്പോൾ രാഹുൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായിട്ട് വെറും കോമാളികൾ എന്ന് പറഞ്ഞാൽ കുതന്ത്രങ്ങൾ അറിയാവുന്ന കോമാളികൾ. മനസ്സിലായില്ലേ? തങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലാത്ത എല്ലാം, അർഹതയുള്ളത് ഈ ഇരിക്കുന്ന കസേരകൾ ഒന്നും അർഹതപ്പെട്ടതല്ല, അതൊക്കെ പർച്ചേസ് ചെയ്തതാണ്, വില കൊടുത്ത് വാങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തെരഞ്ഞെടുപ്പിലൂടെ നേരായ വഴിയിൽ അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ തങ്ങൾക്ക് വേണ്ട കസേരകളൊക്കെ അധികാര കേന്ദ്രങ്ങളെയൊക്കെ പർച്ചേസ് ചെയ്ത് പോക്കറ്റിലാക്കി എന്നുള്ളതാണ്. അപ്പം ഇന്നലെയാണ് രാജ്യത്ത് പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷൻ അവസാനിച്ചത്. 10-18 ദിവസം നീണ്ടു നിന്ന ഒരു മൺസൂൺ സെഷൻ. ആലോചിക്കണം, ഈ മൺസൂൺ സെഷനിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും ആകെ പങ്കെടുത്തത് അവസാന ദിവസമാണ്. അതായത് 18ാമത്തെ ദിവസം ഇവർ പാർലമെൻറ്റ് സഭകളിലെത്തിയത്.
സഭയിലെത്തിയിട്ടോ? സംസാരിച്ചോ? ചോദ്യങ്ങൾക്ക് ഈ 10-17 ദിവസം സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോ? ഒന്നും ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്തു? സഭയിൽ വരുന്നു, സ്പീക്കർ സഭയിൽ വരുന്നു, സ്പീക്കർ എഴുന്നേറ്റ് നിന്ന് വന്ദേമാതരം പാടുന്നു, വന്ദേമാതരം പാടി അവസാനിപ്പിക്കുന്നു, സഭ സമ്മേളനം തന്നെ പിരിച്ചുവിടുന്നു. വെറും 3 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിച്ച് മൺസൂൺ സെഷൻ എന്ന് പറയുന്ന രാജ്യത്തെ പാർലമെൻറ്റ് സമ്മേളനം അവസാനിപ്പിച്ച് പൊടിയും തട്ടി വീട്ടിലേക്ക് പോയി. ഒരു കാര്യം ഉറപ്പാ, രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ അക്രമം, രാമക്ഷേത്രം, അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന കൊള്ള, ഇതിലൊന്നും സംഘ് പരിവാർ ഗവൺമെൻറ്റിന് ഒരു മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ് ഇവർ സഭയിലെത്താതിരുന്നത്. ആര്? നരേന്ദ്രമോദിയും അമിത്ഷായും. വളരെ കൃത്യമാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഈ ബെഞ്ച് ഓഫ് ജോക്കേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇവർ ജോക്കർമാരാണോ എന്ന് ചോദിച്ചാൽ ജോക്കർ അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവർ യഥാർത്ഥത്തിൽ ബുദ്ധിയില്ല, പക്ഷേ കുബുദ്ധിയുണ്ട്. രണ്ടും രണ്ടാണ്. തന്ത്രങ്ങൾ അറിയില്ല, കുതന്ത്രങ്ങൾ അറിയാം എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴി മാത്രമേ അറിയുള്ളൂ, നേരായ വഴി ഒന്നും തന്നെ അറിയില്ലെന്നല്ല, അതിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നേരായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഒന്നും തന്നെ നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഈ വളഞ്ഞ വഴി തിരഞ്ഞെടുത്ത് അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവൻ അധികാര കേന്ദ്രത്തിലെത്താൻ പോലും വളഞ്ഞ വഴിയാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ്.